വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. കുറ്റകൃത്യം നടത്താൻ പ്രതി സഞ്ചരിച്ചത് 30 കിലോമീറ്ററിലേറെ. അഫാനെ പ്രേരിപ്പിച്ചത് പണം നൽകാത്തതിലുള്ള വൈരാഗ്യം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രതിയെ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. രാവിലെ 10-നും വൈകിട്ട് 6-നും ഇടയ്ക്കാണ് 5 പേരെയും അഫാൻ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കൂട്ടക്കൊലയ്ക്ക് അഫാനെ പ്രേരിപ്പിച്ചത് പണം നൽകാത്തതിലുള്ള വൈരാഗ്യം മൂലമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലയ്ക്ക് മുമ്പ് പ്രതി അമ്മയോടും വലിയമ്മയോടും പണം ആവശ്യപ്പെട്ടിരുന്നു. പണം ഉപയോഗിച്ചത് ലഹരിമരുന്നിന് വേണ്ടിയാണോ എന്ന കാര്യം അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. പ്രതി അഫാന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഫാന്റെ കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പാങ്ങോട് താമസിക്കുന്ന പിതാവിന്റെ അമ്മയോട് പണയം വയ്ക്കാനായി അഫാൻ പലവട്ടം സ്വർണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സൽമ ബീബി സ്വർണം നൽകിയില്ല. തിങ്കളാഴ്ച വീട്ടിലെത്തിയ അഫാൻ മുത്തശ്ശിയെ കൊന്ന് സ്വർണം കൈക്കലാക്കിയതായും പോലീസ് പറയുന്നു. വെഞ്ഞാറമൂട്ടിലെത്തി ഇത് പണയം വെച്ചു. ഈ പണം ഉപയോഗിച്ച് ബൈക്കിൽ പെട്രോൾ അടിച്ചുവെന്നാണ് വിവരം. കൊലപാതകങ്ങളെല്ലാം തിങ്കളാഴ്ച രാവിലെ 10:30-നും വൈകിട്ട് 4 മണിക്കും ഇടയിലാണ് നടന്നതെന്നും പോലീസ് പറയുന്നു. രാവിലെ 10:30-ന് പേരുമലയിലെ വീട്ടിൽ വെച്ച് അമ്മ ഷെമിയെ കഴുത്തിൽ ഷാൾ കുരുക്കി നിലത്തടിച്ചു. ഉച്ചയ്ക്ക് 1:15-നാണ് മുത്തശ്ശി സൽമ ബിബിയെ കൊലപ്പെടുത്തിയത്. പേരുമലയിലെ അഫാന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള കല്ലറ പാങ്ങോട് സൽമ ബിബിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. പോകും വഴി ചുറ്റിക വാങ്ങിയാണ് പ്രതി സൽമ ബിബിയുടെ വീട്ടിലേക്ക് പോയത്. എന്നാൽ സൽമ ബിബിയെ മരിച്ച നിലയിൽ കണ്ടത് വൈകിട്ട് 4:30-നാണ്. അതിനിടെ ഉച്ചയ്ക്ക് 3-നാണ് പിതൃ സഹോദരൻ ലത്തീഫിനെ പുല്ലമ്പാറ എസ്എൻപുരത്തെ വീട്ടിൽ വെച്ച് ആക്രമിച്ചത്. ലത്തീഫിന്റെ ഭാര്യ സജിത ബിബിയെ അടുക്കളയിൽ വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അഫാന്റെ പേരുമലയിലെ വീട്ടിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയാണ് ലത്തീഫ് താമസിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് തിരിച്ച് വീട്ടിലെത്തിയാണ് സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ അമ്മ ഷെമി ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൈകിട്ട് 6 മണിയോടെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി തന്നെയാണ് കൊലപാതക വിവരം പോലീസിനെ അറിയിച്ചത്. സംഭവ സമയം അഫാൻ ലഹരിമരുന്ന് ഉപയോഗിച്ചതായും പോലീസിന് സംശയമുണ്ട്.